നമ്മൾ ഈ വാർഡ്രോബ്സ് ഒക്കെ ചെയ്യുമ്പോഴേ ചുമ്മാ കുറേ ഡോറ് കൊടുത്ത് ചെയ്യാതെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തു വാർഡ്രോബിൻ്റെ ഇടയ്ക്ക്. പിന്നെ നമുക്ക് അതിൻ്റെ താഴെ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഓപ്പൺ ഷെൽഫ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ താഴത്തെ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പുൾ ഔട്ട് കൊടുത്തു, ഒരു കസ്റ്റമൈസ്ഡ് പുൾ ഔട്ടാണ്. ഇത് നമുക്ക് 2 ടയറായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്ക് ഇന്നർ വെയർസ് കാര്യങ്ങൾ അല്ലെ അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര കംഫർട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്പേസ് നമ്മൾ കൃത്യമായിട്ട് അതങ്ങനെ മാനേജ് ചെയ്തു. അപ്പോൾ ഈ സ്പേസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി, ഒരു ആംബിയൻസ് ഇതിൽ കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഈ പോർഷനിൽ നമുക്ക് സെയിം ഒരു കണ്ടീഷനുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു യൂസ്ഡ് ക്ലോത്തിന് വേണ്ടിയിട്ട് ഒരു പോർഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ടോപ്പിൽ നമുക്കൊരു ഹാങ്ങിങ് കൊടുക്കാം, താഴത്ത് ഹാങ്കറിൽ തൂക്കിയിടുന്ന രീതിയിലാണ് താഴെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളും കൂടെയൊക്കെ വാർഡ്രോബിൽ ആഡ് ചെയ്താൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് എല്ലാത്തിനും കുറേ സ്പേസുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിനായി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു?